ഡോക്ടർ TJ ജോഷുവാച്ചൻ നമുക്കാരായിരുന്നു? സെമിനാരി കുടുംബത്തിന് പിതാവാണ്, സ്നേഹിതനാണ്, അധ്യാപകനാണ്, പ്രധാന അധ്യാപകനാണ്, നമുക്ക് എല്ലാം ആയിരുന്നു. അദ്ദേഹം പഴയ സെമിനാരിയിൽ ഷമ്മാശനായിട്ടെത്തുമ്പോൾ 1947 18 വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ. അധ്യാപകനായി ഈ പഠിത്ത വീട്ടിൽ എത്തിച്ചേരുമ്പോൾ 24 വയസ്സാണ്. ഒരുപക്ഷെ 24ാമത്തെ വയസ്സിൽ ഇനിയും ഈ പഠിത്ത വീട്ടിൽ പഴയ സെമിനാരിയിൽ ആർക്കെങ്കിലും അധ്യാപകനായി തീരുവാൻ കഴിയുമോ എന്ന് നമുക്ക് അറിയുകയില്ല. 24 വയസ്സിൽ തുടങ്ങിയ ആ സജീവ സാന്നിധ്യവും ഇടപെടലുമാണ്. വളരെ കൃത്യമായി പറഞ്ഞാൽ 1954 തുടങ്ങിയ ആ ഇടപെടൽ 2024 വരെയും ഉണ്ടായിരുന്നു. ഈ സെമിനാരിയുടെ അകത്തളത്തിൽ വന്യനായ TJ ജോഷുവാച്ചൻ എത്തുന്നത് 2024 മാർച്ച് മാസത്തിലാണ്. ഒരു സന്ധ്യയിൽ അദ്ദേഹം ഇവിടെ എത്തി ആരാധനയ്ക്ക് നേതൃത്വം നൽകി. വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്ത് 3/4 മണിക്കൂറോളം പ്രഭാഷണം നടത്തി. ഞാൻ വീണ്ടും വരാം എന്ന് പറഞ്ഞ് മടങ്ങിയെങ്കിലും ജീവിതം വ്യത്യസ്തമായിരുന്നു. ഇന്ന് നമ്മൾ ഈ പ്രിയ പിതാവിനെ കാണുമ്പോൾ 1954 നിന്നും 2024 ആ ദീർഘമായ തീർത്ഥാടനം എന്ന് പറയുന്നത് 70 വർഷമാണ്. അതുകൊണ്ട് ഞാൻ പറയും 96 വയസ്സുള്ള TJ ജോഷുവാച്ചൻ ഒരു നൂറ്റാണ്ടിൻ്റെ പുണ്യമാണ്, ഒരു നൂറ്റാണ്ടിൻ്റെ സാന്നിധ്യമാണ്, മലങ്കര സഭയുടെ ചരിത്രമാണ്, മലങ്കര സഭയുടെ നിറസാന്നിധ്യമാണ് ഡോക്ടർ TJ ജോഷുവാച്ചൻ. നമുക്കറിയാം സഭയിൽ സമാധാനമുണ്ടായപ്പോൾ ഈ പഴയ സെമിനാരിയിലാണ്. അന്ന് അദ്ദേഹം യുവ വൈദികനാണ്. അന്ന് അത് നേരിട്ട് അത് സാക്ഷിക്കുവാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ 70 വർഷത്തെ നിറസാന്നിധ്യം സെമിനാരിയിലെ അധ്യാപകൻ എന്ന നിലയിൽ മാത്രമല്ല, സഭയുടെ എല്ലാ തലങ്ങളിലും സൺഡേ സ്കൂളിൻ്റെ ഡയറക്ടർ ജനറൽ എന്നതുപോലെ തന്നെ യുവജന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വം, വൈദിക സംഘത്തിൻ്റെ നേതൃത്വം, അദ്ദേഹം ഇടപെടാത്ത ഒരു മേഖലയുമില്ല. കൺവെൻഷൻ രംഗമാണ് അദ്ദേഹത്തിന് ഏക ആകർഷകമായിട്ടുള്ളത്. മലങ്കര സഭയിൽ ക്രമീകൃതമായ വചന പ്രബോധന ശുശ്രൂഷ കൃത്യമായി അവതരിപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ നമുക്കൊരുത്തരമേ ഉള്ളൂ. അത് വന്യനായ TJ ജോഷുവാച്ചനാണ്. ഓരോ പ്രഭാഷണത്തിനും ഒരാമുഖവും 3 ഉപവിഭാഗങ്ങളും ഉപസംഹാരവും ചേർത്ത് പ്രഭാഷണകല എങ്ങനെ ആയിരിക്കണമെന്ന് ജീവിതത്തിൽ കൂടി പഠിപ്പിച്ച വലിയ ഗുരുനാഥൻ നമ്മളെപ്പോൾ പ്രസംഗത്തിന് എഴുന്നേറ്റ് നിന്നാലും ആ ശബ്ദവും ആ കനഗാംഭീര്യമുള്ള ഭാവവും നമുക്ക് മറക്കുവാൻ സാധിക്കുകയില്ല. 70 വർഷമാണ് കൺവെൻഷൻ വേദികളിൽ അദ്ദേഹം നിറഞ്ഞു നിന്നത്. ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ കൂടിയും അദ്ദേഹത്തിന് വചനബോധനം നൽകുവാനുള്ള ആർജവത്വം ആർജിച്ചിരുന്നു എന്ന് പറയുമ്പോൾ 96 വയസ്സ് ടെക്നോളജിയെയും നവസാങ്കേതികതയും ഒക്കെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളത് ഓർത്തിരിക്കണം. ഏറ്റവും അധികം ഗ്രന്ഥങ്ങൾ എഴുതിയത് TJ ജോഷുവാച്ചനാണ്. 71 ഗ്രന്ഥങ്ങളാണ് അദ്ദേഹം പ്രസിദ്ധീകരിച്ചത്. ഓരോ ഗ്രന്ഥവും വിവിധ എഡിഷനുകളുണ്ടായി. ഇപ്പോൾ ഈ സെമിനാരിയുടെ ഈ പൂമുഖത്ത് ഒരു ചിത്രശാല ആരംഭിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് 96 വയസ്സുണ്ട്. അദ്ദേഹം പ്രസിദ്ധീകരിച്ച 96 ഗ്രന്ഥങ്ങളാണ് പ്രദർശനത്തിന് വെച്ചിരിക്കുന്നത്. മലങ്കര സഭയിൽ ഇത്രയധികം ഗ്രന്ഥങ്ങൾ എഴുതിയ ഒരു പിതാവിനെ നമുക്ക് ഇനിയും കണ്ടെത്തുവാൻ കഴിയുമോ എന്ന് സാധിക്കുകയില്ല. ഈ സെമിനാരിയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഈ സെമിനാരിയുടെ എല്ലാമായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഒരു അധ്യാപകൻ എന്നതിലുപരി ഓരോ കാര്യങ്ങളിലും കൃത്യമായി സൂക്ഷ്മതയോടെ ഇടപെട്ട ഗുരുനാഥനാണ്. ഈ സെമിനാരിയിൽ വളരെ പ്രഗത്ഭമായ രീതിയിൽ 3 ജൂബിലികൾ നടക്കുകയുണ്ടായി. 150ാമത് വാർഷികം അത് നടന്നത് 1965
അന്ന് ഞാൻ ജനിച്ചിട്ടില്ല. TJ ജോഷുവാച്ചൻ അതിൻ്റെ പ്രധാന നേതൃത്വം ഏറ്റെടുത്തിരുന്നു. 175ാമത് വാർഷികം പഴയ സെമിനാരിയുടെ ആഘോഷിച്ചു. അന്ന് ഞാനിവിടെ ഒരു വിദ്യാർത്ഥിയായിരുന്നു. 1990 TJ ജോഷുവാച്ചൻ അതിൻ്റെ മുഖ്യ നേതൃത്വത്തിലുണ്ടായിരുന്നു. 200ാം വാർഷികം ദിശദാബ്ദി നമ്മൾ ആഘോഷിക്കുകയുണ്ടായി 2015. അന്നും TJ ജോഷുവാച്ചൻ്റെ നിറസാന്നിധ്യമാണ് ഉണ്ടായിരുന്നത്. ഈ പഠിത്ത വീടിൻ്റെ വളരെ പ്രശസ്തമായ 3 ജൂബിലികൾക്കും വേണ്ട നേതൃത്വവും കർമ്മ പദ്ധതികളും ആവിഷ്കരിക്കുവാനായിട്ട് TJ ജോഷുവാച്ചന് കഴിഞ്ഞു എന്നുള്ളതാണ്. എത്രയെത്ര ഓർമ്മകളാണ് നമുക്ക് പങ്കിടുവാനായിട്ടുള്ളത്. അദ്ദേഹം പകരുന്ന സ്നേഹ സ്പർശവും സ്വാന്തനവും നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അദ്ദേഹം രചിച്ച 71 പുസ്തകങ്ങൾ ഓട്ടപ്രദർശനം നടത്തി. എന്താണ് അദ്ദേഹം പങ്കിട്ടതെന്ന് പറഞ്ഞ് എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. 7 കാര്യങ്ങളാണ് ഈ 71 പുസ്തകങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. 1, അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം പുതിയ നിയമവും പൗലോസ്ലീഹായുമായിരുന്നു. പൗലോസ്ലീഹായുടെ ഒരു വാചകമെങ്കിലും ഉദ്ധരിക്കാതെ ഒരു പ്രഭാഷണവും TJ ജോഷുവാച്ചൻ സമാപിപ്പിച്ചിട്ടില്ല. പുതിയ നിയമത്തിലെ പ്രധാന ഗ്രന്ഥങ്ങളുടെ വേദവ്യാഖ്യാനം ലളിതസുന്ദരമായ ഭാഷയിൽ അവതരിപ്പിക്കുവാനായിട്ട് കഴിഞ്ഞു. ഞാൻ പറയും, വേദവ്യാഖ്യാനങ്ങൾക്ക് ജനകീയ മുഖം പകരുവാൻ TJ ജോഷുവാച്ചന് കഴിഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ പരിശോധിക്കുമ്പോൾ രണ്ടാമതായി സങ്കീർത്തനം അദ്ദേഹത്തിന് വളരെ ഇഷ്ടപ്പെട്ട മേഖലയായിരുന്നു. സങ്കീർത്തനങ്ങൾ 1 മുതൽ 150 വരെയുള്ള ഓരോ ഭാഗത്തിനും വേദവ്യാഖ്യാനം അദ്ദേഹം നൽകിയിട്ടുണ്ട്. സങ്കീർത്തനങ്ങളുടെ വേദഭാഷ്യവും ധ്യാനാത്മക ചിന്തകളും സമഗ്രമായി അദ്ദേഹം വിശകലനം ചെയ്യുന്നു. വായിക്കുന്നവർക്ക് സ്വാന്തനം പകരുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ മൂന്നാമതായിട്ട് കാണുന്നത് ബൈബിളിലെ പഴയ പുതിയ നിയമഭാഗങ്ങളിലെ വാക്യങ്ങൾ പ്രഭാഷണ ശൈലിയിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. നമുക്ക് പല പ്രഗത്ഭരായ പ്രസംഗകരുമുണ്ട്. പക്ഷേ പ്രസംഗം പറയുകയും പ്രസംഗം എഴുതി പുസ്തകമാക്കുകയും ചെയ്യുന്നത് വളരെ ചുരുക്കം ഗുരുക്കന്മാർ മാത്രമേ ഉള്ളൂ. TJ ജോഷുവാച്ചൻ വേദഭാഗങ്ങൾ പഠിച്ച് മനനം ചെയ്ത് വ്യാഖ്യാനിച്ച് കാലികമായി അത് പൊതു സമൂഹത്തിൽ എത്തിക്കുന്നതിന് പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങൾ പരിശോധിക്കുമ്പോൾ നാലാമതായി വളരെ പ്രധാനപ്പെട്ടത് കാണുന്നത് ബൈബിളിലെ കുടുംബങ്ങൾ, ബൈബിളിലെ വനിതകൾ എന്നിവ വിശദമായി അദ്ദേഹം വിശദീകരിക്കുന്നു. ഒരുപക്ഷെ TJ ജോഷുവാച്ചൻ്റെ ഗ്രന്ഥങ്ങളിൽ ഏറ്റവും അധികം ജനപ്രിയ സാഹിത്യമായി തീർന്നിട്ടുള്ളത് ബൈബിളിലെ കുടുംബങ്ങളെക്കുറിച്ചുള്ള ഗ്രന്ഥങ്ങളും ബൈബിളിലെ വനിതകളെക്കുറിച്ചുള്ള ഗ്രന്ഥങ്ങളുമാണ്. ഇവ ആധുനിക കുടുംബ പശ്ചാത്തലത്തിലാണ് വിശദീകരിച്ചിരിക്കുന്നത് എന്ന് ഓർത്തിരിക്കണം. ഈ ഗ്രന്ഥങ്ങൾ വീണ്ടും പരിശോധിക്കുമ്പോൾ അഞ്ചാമതായി നമ്മൾ കാണുന്നത് മലങ്കര സഭാപിതാക്കന്മാരെക്കുറിച്ചുള്ള സംക്ഷിപ്തമായ വിവരണങ്ങളാണ്. മലങ്കര സഭാപിതാക്കന്മാരെക്കുറിച്ച് എഴുതുവാൻ അദ്ദേഹത്തിന് ഡിക്ഷണറികളോ വലിയ ബുക്കുകളോ ഒന്നും ആവശ്യമില്ല. നേരിട്ട് കണ്ട് മനസ്സിലാക്കിയ നേർക്കാഴ്ചകളാണ് അക്ഷരങ്ങളിൽ കൂടി TJ ജോഷുവാച്ചൻ അവതരിപ്പിച്ചിട്ടുള്ളത്. മലങ്കര സഭയുടെ ചരിത്രം, സാക്ഷ്യം, അവതരണം, ദർശനം ഈ ഗ്രന്ഥങ്ങളിൽ കൂടി നമുക്ക് കാണുവാൻ സാധിക്കും. ആറാമതായി ആ ഗ്രന്ഥങ്ങളെ നോക്കുമ്പോൾ 1 നൂറ്റാണ്ടിൻ്റെ ജീവിതാനുഭവങ്ങൾ അക്ഷരങ്ങളിൽ കൂടി അത് പകർത്തി ആത്മകഥ കൃത്യമായി എഴുതി അത് പ്രസിദ്ധീകരിച്ചു. വലിയ മാരക രോഗങ്ങളുണ്ടായപ്പോഴും അതിനെ അതിജീവിച്ചുകൊണ്ട് അക്ഷരങ്ങളിൽ കൂടി താൻ അനുഭവിച്ച ആത്മീയ ദർശനങ്ങളും കാഴ്ചപ്പാടുകളും ഭംഗിയായി കോറിയിട്ട് അനേകം ആളുകൾക്ക് ആശ്വാസം പകരുന്ന രീതിയിൽ ഗ്രന്ഥം എഴുതുവാൻ TJ ജോഷുവാച്ചന് കഴിഞ്ഞു എന്നുള്ളതാണ്. TJ ജോഷുവാച്ചൻ്റെ 71 ഗ്രന്ഥങ്ങൾ പരിശോധിക്കുമ്പോൾ ഏഴാമതായിട്ട് കാണുന്നത് TJ ജോഷുവാച്ചൻ മലങ്കര സഭയുടെ വക്താവായിരുന്നു. ഓർത്തഡോക്സ് ദർശനത്തിൻ്റെ കാവൽഭടനായിരുന്നു. സഭയുടെ ഭരണഘടനയും കാനൂനും ഒക്കെ വിദഗ്ധമായി അറിയുന്ന മഹത് വ്യക്തിത്വമായിരുന്നു. എന്നാൽ ആ എഴുത്തുകളിൽ നിറഞ്ഞു നിന്നത് മതാതീതമായ കാഴ്ചപ്പാടുകളായിരുന്നു. ബൈബിൾ വചനങ്ങൾക്കും വേദവ്യാഖ്യാനങ്ങൾക്കും സ്വാന്തന സ്പർശം പകരുവാൻ TJ ജോഷുവാച്ചന് കഴിഞ്ഞു. അതുകൊണ്ടാണ് മലയാള മനോരമയിൽ
33 വർഷക്കാലം തുടർച്ചയായി ഒരു പങ്ക്തി പോലും മുടങ്ങാതെ കൃത്യമായി എല്ലാ ഞായറാഴ്ചകളിലും ഇന്നത്തെ ചിന്താവിഷയം എഴുതുവാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞത്. 33 വർഷത്തെ ഇന്നത്തെ ചിന്താവിഷയം നമ്മൾ അവലോകനം ചെയ്യുമ്പോൾ അതനേകർക്ക് ജാതിയുടെയോ മതത്തിൻ്റെയോ ഭേദമില്ലാതെ അനേകർക്ക് സ്വാന്തനം പകരുന്ന എഴുത്തുകളും വാക്കുകളും ആശ്വാസ കുറിപ്പുകളുമായിരുന്നു എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കണം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ സെമിനാരിയുടെ അകത്തളത്തിൽ ഈ ഭൗതിക ശരീരം നമ്മെ നോക്കി അനേക കഥകളും അനേക കാഴ്ചപ്പാടുകളും അവതരിപ്പിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ചിന്തയ്ക്കും പദ്ധതികൾക്കും നമുക്കൊന്നും ചെയ്യുവാൻ കഴിയുകയില്ല. ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ഒരു നൂറ്റാണ്ടിൻ്റെ പുണ്യമായി നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഈ വന്യ ശ്രേഷ്ഠാചാര്യൻ ഗുരുക്കന്മാരുടെ ഗുരുവാണ്. അനേക ഗുരുക്കന്മാരെ പഠിപ്പിച്ചു. 2 പരിശുദ്ധ കാതോലിക്ക ബാവമാരെ പഠിപ്പിച്ചു. പരിശുദ്ധ ബസേലിയോസ് പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവയും ഇപ്പോഴത്തെ കാതോലിക്ക ബാവ പരിശുദ്ധ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവയും വന്യ TJ ജോഷുവാച്ചൻ പഠിപ്പിച്ചു. സഭയിലെ എല്ലാ പിതാക്കന്മാരെയും എല്ലാ വൈദികരെയും അദ്ദേഹം പഠിപ്പിച്ചു. ഇത് പിതാക്കന്മാർക്കും വൈദികർക്കും മാത്രം അവകാശപ്പെടുവാൻ കഴിയുന്നതല്ല. അദ്ദേഹം ഈ സഭയിലെ എല്ലാ അൽമായരുടെയും ഗുരുവായിരുന്നു. ദിവബോധനം പദ്ധതി വഴി, കൗൺസിലിംഗ് പഠന പദ്ധതി വഴി, പ്രഭാഷണം വഴി ഈ മലയാളക്കരയിലെ എല്ലാ ജനങ്ങളുടെയും ഗുരുവായി, മഹാഗുരുവായി നമ്മുടെ മുന്നിൽ പ്രകാശം പരത്തി. ഈ പ്രിയപ്പെട്ട ഗുരുവിനെ വളരെ ആദരപൂർവം, ബഹുമാനപൂർവം, വിനയപൂർവം 200 വർഷത്തിൽ അധികം പഴക്കമുള്ള ഈ പടുത്ത വീട്ടിലെ എല്ലാ ഗുരുക്കന്മാരുടെയും പേരിൽ, ഈ സെമിനാരി കുടുംബത്തിൻ്റെ പേരിൽ, എല്ലാ ആചാര്യന്മാരുടെ പേരിൽ വിനയപൂർവം യാത്ര അയക്കുന്നു, യാത്ര ചൊല്ലുന്നു. പ്രിയപ്പെട്ട പിതാവേ, സമാധാനത്തോടെ പോവുക. അങ്ങ് പകർന്ന സ്നേഹം, അങ്ങ് പകർന്ന അക്ഷരങ്ങൾ, അങ്ങ് പകർന്ന ദർശനങ്ങൾ, അങ്ങ് പകർന്ന കാഴ്ചപ്പാടുകൾ ഞങ്ങൾ ഏറ്റെടുക്കും. സ്വാന്തനം നൽകി സ്നേഹം പകർന്ന് ലോകത്തിന് പുതിയ കാഴ്ചപ്പാടുകൾ പകരുവാൻ ഞങ്ങൾ തയ്യാറാണ്. ദൈവം തമ്പുരാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഈ പിതാവിന് എല്ലാവിധമായ അന്ത്യാഞ്ജലിയും സ്നേഹാഞ്ജലിയും പ്രണാമവും സമർപ്പിച്ച് ഓർത്തഡോക്സ് വൈദിക സെമിനാരി കുടുംബത്തിലെ എല്ലാ അംഗങ്ങളുടെയും ഗുരുക്കന്മാരുടെയും പേരിൽ വിനീതമായ പ്രണാമം, പ്രണാമം, പ്രണാമം.